ഹലോ ഹലോ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് സംസാരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പറയൂ സാറേ. ഇത് വിശ്വനാഥനല്ലേ? അതെ, ഞാൻ വിശ്വനാഥനാണ്. MS-3028 അതെ സാറേ, എന്റേതാ. നിങ്ങളുടെ മോനെയും വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ. ഇൻസ്പെക്ടറെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഓക്കെ പറഞ്ഞു. സാർ, എന്താണെന്ന് പറയൂ സാർ. ഹലോ, എടാ ഗൗതം. എക്സാംസ് എടുക്കാം. ഗൗതം. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. അച്ഛാ, മോനെ, നീ എന്താടാ ചെയ്തു വെച്ചിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനും ഫോൺ വന്നു. സ്റ്റേഷനിൽ നിന്നോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തിനാ അവര് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നത്? എനിക്കറിയില്ലല്ലോ അച്ഛാ. ഇന്നലെ രാത്രി നടന്ന പ്രശ്നമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. ഞാനും വരാം. അച്ഛൻ അങ്ങോട്ട് വരണ്ട. അമ്മയുടെ കാര്യം പറയണ്ട കേട്ടോ. മോനെ, ഞാൻ പെട്ടെന്ന് വരാം. എന്റെ പേരിൽ ആരാണ് സർ കംപ്ലൈന്റ് എന്നത്? ഇവരാ നിങ്ങളുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആര് ഇവരോ? ഞാനെന്താ ചെയ്തേ? സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലത്തെ ആളുകൾ കാരണം ഈ ബെഗേഴ്സ് കൂടുന്നത്. അവര് യഥാർത്ഥത്തിലുള്ള ബെഗേഴ്സ് ആണോ അല്ലയോ എന്ന് പോലും ഉറപ്പിക്കാണ്ട് നിങ്ങൾ പൈസയും കൊടുത്തിട്ട് പോകുന്നു. എന്തിനാ ടെൻഷൻ ആവുന്ന? 500 കൊടുത്തേ. എന്റെ സ്ഥാനത്ത് എസ് ആയിരുന്നെങ്കിൽ 1000 രൂപ കൊടുത്തേനെ. ഹലോ, ഞാനത്ര റിച്ച് ഒന്നും അല്ല. എന്നെ വിട്ടേക്ക്. അവർക്ക് എന്തിനാ അത്ര കാശ് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യുന്നത്? അത് പറ. ബർത്ത്ഡേ ആണ് സർ. ഒരു ഹാപ്പി മൂഡില് ചെറിയ കുട്ടിയെ കണ്ടുകൊണ്ട് എന്നാലും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരു തെറ്റാണോ സർ? പറയൂ, തെറ്റാണോ? തെറ്റ് തന്നെയാ. നിങ്ങൾ ഇതുപോലെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ അനാഥ കുട്ടികളെ വാടകയ്ക്ക് എടുത്ത് ഭിക്ഷ എടുക്കുന്നത്. കുട്ടികളുടെ ഹെൽത്തിനും അത് നല്ലതല്ല. ഇയാളെ അറസ്റ്റ് ചെയ്യണം സർ. ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ കാരണം ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ പേടിക്കണം. നോക്കിയേ, പോലീസ് സ്റ്റേഷനിൽ ആരും ശിക്ഷയൊന്നും കൊടുക്കില്ല. കോർട്ടിലോട്ട് ചെല്ല്. അവിടെ പോയി പറ. കോർട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ ഇവനൊക്കെ പാഠം പഠിക്കും. മോള് ചെല്ലാൻ നോക്ക്. മിനിമം ലൈഫ് സെന്റൻസ്, പറ്റിയ ഹാങ്കിങ്. വായടക്കടാ. മോള് ചെല്ലാൻ നോക്ക്. എന്തുവാ സാർ ഇതൊക്കെ? അറസ്റ്റ്, ഹാങ്, കോർട്ട്, 500 കൊടുത്ത്. എന്താ സാർ ഇത്? അതെ, ആദ്യം നീ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്നേ പോക്കറ്റ് മണി വാങ്ങിക്കുന്നത് നിർത്താൻ നോക്ക. സാർ ഒന്ന് വേഗം ചെല്ലാൻ നോക്കടോ. അവളെങ്ങാനും വീണ്ടും വന്നാലുണ്ടല്ലോ നിന്നെ നടു റോഡി വെച്ച് തൂക്കിലിടണമെന്ന് സമരം ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യം ചെല്ല്. ഓക്കെ, താങ്ക് യു സർ. ഓരോരുത്തന്മാര് വന്നോളും. സർ, ഞങ്ങളെ വിട്ടേക്ക് സർ. വീണ്ടും നീ ഇതുപോലെ ഒരു തെറ്റ് കാണിച്ച 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ചെല്ലടാ. അയ്യോ, വെറുതെ പോയില്ല. എന്നാ പോവാം. ബൈക്ക് എടുത്ത് പോടാ. ഏയ്, എന്തിനാ ഫോട്ടോ എടുക്കുന്ന? ഞാൻ സോറി പറഞ്ഞല്ലേ. ഇവനെ എങ്ങനെ വിടാൻ പാടില്ല. നല്ലത് കൊടുക്കണം. കുഞ്ഞുങ്ങളെ വാടകയ്ക്കെടുത്ത് സിഗ്നലിൽ ഭിക്ഷയാചിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന യുവാവ്. എടാ, അടുത്ത ഇലക്ഷനിൽ നീ മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാടാ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി? രാഷ്ട്രീയക്കാരെക്കാളും നീയാ കൂടുതൽ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. പാരന്റ്സിനെ പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് കാശ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന്. ആ പെണ്ണ് പറയുന്നത് ശരിയാടാ. നിനക്ക് ആർക്ക് എത്ര ദാനം ചെയ്യണമെന്ന് ഒരു പിടിയില്ല. നാളെ മുതൽ നിന്റെ പോക്കറ്റ് മണി കട്ടാ. അപ്പൊ അവന്റെ ചെലവിൽ എന്ത് ചെയ്യും? തെറ്റ് അച്ഛൻ്റെ അല്ല അമ്മ, അവളുടെയാണ്. കാണിച്ചു കൊടുക്കാം. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. അയ്യോ, ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഇനി ചിലപ്പോ അവളെ ചീത്ത പറഞ്ഞ കാര്യമായിരിക്കോ? ഏയ്, നിനക്ക് വേറെ ന്യൂസ് കിട്ടിയില്ല? രാവിലെ തന്നെ എന്തോന്ന് ന്യൂസ് അത്? എന്റെ പിറന്നാളുടെ അച്ഛനെ കൂടെ എന്നെ ചീത്ത ഉറപ്പിച്ചു. നീ പുറത്തോടി, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വന്നാട്ടെ സാറേ, വന്നാട്ടെ. ഗോഡ് ബ്ലെസ് യു. പഠിത്തം കൂടുതലായാൽ സംസ്കാരം ഉണ്ടാവില്ലെന്ന് പറയും. ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. എത്ര വിഷമിച്ചെന്നറിയാം അവള്.
പാവാടാ, അവൾ ആരും ഇല്ലാത്ത ഒരു അനാഥയാണ്. അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവള് കള്ളം പറയാച്ചാ. ദേ നോക്ക്, ഇവൻ ഇനിയും വഷളാകുന്നതിന് മുമ്പ് ഇവനെ കല്യാണം കഴിപ്പിക്കാം. അല്ലെങ്കിൽ ഇവന് പെണ്ണ് പോലും കിട്ടില്ല. ഇതേ കല്യാണം കഴിച്ചു കൊടുത്താലോ? ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ആ പെണ്ണ് ഇങ്ങോട്ട് മരുമകളായിട്ട് വരുമോ? ചിലപ്പോ ഗൗതം ശ്രമിച്ചാൽ നടക്കും. ആ നല്ല കാര്യത്തിനൊക്കെ ഇവനെങ്ങനെ ട്രൈ ചെയ്യും? ഇപ്പൊ മനസ്സിലായി, അവള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അവള് വീട്ടിലേക്ക് മരുമോളായിട്ട് വന്ന അത് നല്ലതല്ലേ ഗൗതം? കേട്ടോടാ ചേട്ടാ, അവരെന്നെ ചേട്ടത്തിയായി കൊണ്ടുപോവാ. വളരെ നല്ല സ്ത്രീയാ, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഫേസ്ബുക്കിൽ ഫേസ് കണ്ട് നീ ഡിസൈഡ് ചെയ്തല്ലേ? ഗീത, ഒരു മിനിറ്റ്. എനിക്ക് തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒരു 5 minutes മതി. അന്ന് നടന്നൊക്കെ മതിയായില്ലേ? ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നേ? അവക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഗീത, വാ നമുക്ക് പോവാം. ഏയ് കുഴപ്പമില്ല, പ്ലീസ് ജസ്റ്റ് 5 minutes. എനിക്കെന്റെ ലൈഫിൽ ഒരുപാട് ഇഷ്ടമുള്ളത് 3 പേര് മാത്രമാണ്. അമ്മ, അച്ഛൻ, അനിയത്തി. അവർക്ക് 3 പേർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ I think I'm in love with you. I love you. ഓയ്, എന്റെ ലൈഫ് പാർട്ട്ണർ നീയാണെന്ന് ഞാൻ തീരുമാനിച്ചു. പെട്ടെന്ന് നീയും തീരുമാനിക്കേ. റെക്കോർഡിംഗ് റൂം എവിടെയല്ല? ഓ, മോൾ. ഓക്കെ. നമ്മുടെ പ്രധാനമന്ത്രി മോഡി അവർകളെ സന്ദർശിക്കാനായി അമേരിക്ക പ്രസിഡന്റ് ട്രംപ് നാളെ ഇന്ത്യയിലേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഹായ്. ഹലോ എവ്രിവൺ, എന്റെ പേര് ഗൗതം. എന്റെ അടുത്തുള്ള ഈ കുട്ടിയുടെ പേര് ഗീത. എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾക്കായും നിങ്ങളോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വന്നിരിക്കുകയാണ്. ഐ ലവ് യു ഗീത. ഇതെന്താ ഗീത, ഓഫീസാണോ ലവേഴ്സ് പാർക്കാണോ? നിനക്കെന്താ പറ്റിയേ? അന്ന് ഈ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കി, ഇന്നാണെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചാനലിന്റെ പേര് നശിപ്പിക്കുകയാണോ? എന്തായാലും മുംബൈയിൽ ഒരു ചാനൽ തുടങ്ങി മലയാളികളെ എൻകറേജ് ചെയ്യുന്നില്ലേ? എനിക്കിത് വേണം. ഇനി ഒരിക്കൽ കൂടി ഇമാതിരി മിസ്റ്റേക്ക് നടന്നാ എന്റെ റിയാക്ഷൻ ഇതായിരിക്കില്ല. മൈൻഡ് ഇറ്റ്. ഏയ്, വലിയ കാര്യാക്കണ്ട. ഇതുവരെ എന്റെ അച്ഛൻ പോലെ എന്നെ അടിച്ചിട്ടില്ല, അറിയോ? ഞാൻ കല്യാണം കഴിക്കില്ല. എനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ട്. അനാഥയായി ഈ സ്വീറ്റിയെ ആർക്കെങ്കിലും ദത്തു കൊടുത്ത് ചിന്റുവിനെ ഞാൻ ദത്തെടുത്ത് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ കാര്യത്തിനാണ് പ്രണയം കല്യാണമൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ദത്തെടുത്ത് കൊടുത്താൽ പോരെ? അതത്ര ഈസി അല്ല. ഞാൻ ഒരുപാട് നാളായി ശ്രമിക്കുന്നു. ആരും അവരെ സ്വീകരിക്കുന്നില്ല. ദത്തെടുക്കുന്ന പോലെ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. അങ്ങനെയെങ്കിൽ ചെയ്ത് കാണിക്കും.